നമസ്കാരം. നമുക്കറിയാം, ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന മറ്റൊരു കൂട്ടം ജനങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. രാഷ്ട്രീയക്കാർക്ക് ഇത് 4 വോട്ടിൻ്റെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം അത്തരത്തിലുള്ളതായിരിക്കും. നിലനിൽപ്പിനായാലും ഇനി അതിജീവനത്തിനായാലും വോട്ട് കൂടിയല്ലേ തീരും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തുടക്കത്തിൽ കിട്ടിയ വാർത്താ പ്രാധാന്യമൊന്നും ഈ വിഷയത്തിൽ പിന്നീടുണ്ടായിട്ടില്ല. യുദ്ധം അതിൻ്റെ വഴിക്കും നമ്മളും മാധ്യമ ലോകവും മറ്റൊരു വഴിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു വിഷയമാണ്. വളരെ വേദനയോടെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, ഇത്തവണത്തെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ടൈറ്റിൽ ഇന്തിഫാദ എന്നാണ്. ഹമാസ് തീവ്രവാദികളുടെ ജൂത ആക്രമണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പേര് നൽകിയത് വഴി എന്താണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം? കേരള യൂണിവേഴ്സിറ്റിയും ഹമാസ് തീവ്രവാദവുമായി എന്ത് ബന്ധം? ഇന്തിഫാദ എന്ന ടൈറ്റിലിൽ ഇത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന് മേമ്പടി കൂടി ചേർത്തിരിക്കുന്നു. പ്രതിരോധം കലയുടെ തന്നെയാണോ എന്ന് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഈ പോസ്റ്റർ കണ്ടിരുന്നോ? പാലസ്തീൻ ഭൂപടത്തിൽ ഉൾച്ചേർത്ത പാറ്റേണിനെ കുറിച്ചും സൂചന നൽകിക്കൊണ്ടാണ് ഇവർ കലയുടെ പ്രതിരോധം അറിയിച്ചിരിക്കുന്നത്. കാറ്റ് അനുകൂലമാക്കാൻ തീവ്രവാദത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് വർത്തമാന കേരളം മുന്നോട്ട് പോകുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അറബി ഭാഷയിൽ ഇന്തിഫാദ എന്ന പദത്തിന് പ്രക്ഷോഭമെന്നും കുലുക്കമെന്നും ഒക്കെയാണ് അർത്ഥമുള്ളത്. മറ്റൊരർത്ഥമുള്ളത് കുടഞ്ഞു കളയുക എന്നാണ്. ചരിത്രപരമായി ഇസ്രയേലിനെതിരായ തീവ്ര ചിന്താഗതിക്കാരായ പാലസ്തീനുകളുടെ അഥവാ ഹമാസിൻ്റെ പ്രതിഷേധത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഈ പദത്തിൻ്റെ വിവക്ഷ എല്ലായ്പ്പോഴും അക്രമാസക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ്. 1987-90 വരെ വ്യാപിച്ചു കിടന്ന ആദ്യ ഇന്തിഫാദയും 2000-നും 2005-നും ഇടയിൽ സംഭവിച്ച രണ്ടാമത്തെ ഇന്തിഫാദയും ക്രൂരമായ അക്രമ സംഭവങ്ങൾ തന്നെയായിരുന്നു. ഇനി ഈ പദത്തിൻ്റെ നാനാർത്ഥങ്ങൾ വിശദീകരിച്ച് ന്യായീകരണ കമ്മിറ്റിക്കാർ വരുമായിരിക്കും. പല പ്രക്ഷോഭങ്ങൾക്കും ഈ പേരുണ്ടെന്ന് അവർ പറയുമായിരിക്കും. പക്ഷേ പറയാൻ ഇത്രയേ ഉള്ളൂ, കാലങ്ങളായി ഹമാസിൻ്റെ മുദ്രാവാക്യമായ ഇന്തിഫാദ എന്ന ഈ പദം ഉപയോഗിക്കുക വഴി ഒക്ടോബർ 7-ലെ 3ാം ഘട്ട ഇന്തിഫാദയെ മഹത്വവൽക്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. മുമ്പൊരു കലോത്സവ അവതരണ ഗാനത്തിന് തീവ്രവാദ വേഷമിട്ട് വേദിയിലെത്തിയതിന് ജാമ്യമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്തത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എപ്പോഴും ചില പ്രത്യേക ആളുകൾ മാത്രം ഇരയാകുന്നത് എന്തുതരം രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതല്ലെങ്കിലും ഒരു വശത്ത് പ്രീണനമാകുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു വശത്ത് പീഡനമായിരിക്കുമല്ലോ.